ശത്രു അടുക്കുമ്പോഴും മിത്രം അകലുമ്പോഴും ശരിക്കും പേടിച്ചോണം. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ഈ വചനത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഇന്നത്തെ ശുശ്രൂഷ പ്രാർത്ഥന നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാകട്ടെ. നിന്റെ പാസ്പോർട്ടിൽ ഒരു വിസ വരാൻ കാരണമാകട്ടെ. നിന്റെ വീട് പണി പൂർത്തിയാകാൻ കാരണമാകട്ടെ. നിന്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് അത് കാരണമാകട്ടെ. നിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ അത് കാരണമാകട്ടെ. ഇന്ന് കേൾക്കുന്ന വചനങ്ങളും ഇന്ന് കേൾക്കുന്ന പ്രാർത്ഥനകളും എൻ്റെ വിടുതലിന് കാരണമാകുമെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. നമ്മുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. നിന്റെ ജീവിതത്തിലെ ഒരു തടസ്സം മാറി ഒരു നല്ല ദൈവാനുഗ്രഹം നീ അനുഭവിക്കാൻ പോകുന്നു. അത് വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിലെ ആ തടസ്സം മാറി ഒരു ദൈവാനുഗ്രഹം ഞാൻ അനുഭവിക്കും. എൻ്റെ ജീവിതത്തിലെ ആ തടസ്സം മാറി അധികം വൈകാതെ ഒരു ദൈവാനുഗ്രഹം ഞാൻ അനുഭവിക്കും. അടുത്ത അത്ഭുതം ദൈവം ചെയ്യുന്നത് നിന്റെ ഭവനത്തിലായിരിക്കട്ടെ. അടുത്ത അത്ഭുതം ദൈവം ചെയ്യുന്നത് നിന്റെ ജീവിതത്തിലായിരിക്കട്ടെ. അടുത്ത സൗഖ്യം നിനക്ക് ലഭിക്കാൻ ഇടയാകട്ടെ. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി മാറ്റും. നല്ല വിശ്വാസത്തോടെ ആ വചനം സ്വീകരിക്കാം. പ്രതീക്ഷയ്ക്ക് വിപരീതമായി സംഭവിച്ചതോർത്ത് ദുഃഖിക്കുന്നവർ ഇതിനകത്തുണ്ട്. പ്രതീക്ഷിച്ചതിന് നേരെ ഓപ്പോസിറ്റാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. പ്രതീക്ഷിച്ചതുപോലെ അല്ല ജീവിതം പോകുന്നത്. അങ്ങനെയുള്ള എല്ലാ സങ്കടങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. കുറ്റബോധം കൊണ്ട് തളർന്നവരുണ്ട്. ഇത്രയും നാൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല, ഒന്നും ശരിയായില്ല, നഷ്ടം മാത്രമേ ഉള്ളല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ജീവിതത്തിൽ പേടിച്ച് ജീവിക്കുന്നവരുണ്ട്. വാതിലടച്ച് ഒളിച്ചിരിക്കുന്നവരുണ്ട്. പല സാമ്പത്തിക പ്രശ്നത്തിൻ്റെയും കടബാധ്യതയുടെയൊക്കെ മുമ്പിൽ വാതിലടച്ച് അകത്ത് ഭയന്നിരിക്കുന്നവർ, സമാധാനം കൊതിക്കുന്നവരുണ്ട്. സൗഖ്യം ആവശ്യമുള്ളവരിലേക്ക് ഇന്ന് അനുഗ്രഹം ഉണ്ടാകണമേ. മാനസാന്തരം ആവശ്യമുള്ളവരിലേക്ക് മാനസാന്തരങ്ങൾ നൽകണമേ. യേശു ഇന്ന്, യേശുവിൻ്റെ കണ്ണുകൾ എന്നെ കാണുന്നുണ്ട്. ദൈവം എന്നെ വിളിച്ചതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ദൈവം എന്നെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവരെല്ലാം ആ കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും സ്നേഹിക്കുന്നവരെല്ലാം ഇപ്പോൾ പാടണം. ഒരു തരി പോലും കുറയില്ല. ദൈവമേ, നിന്നോടുള്ള എൻ്റെ സ്നേഹം ഒരു തരി പോലും കുറയില്ല. നിന്നോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയില്ല. നിന്നോടുള്ള സ്നേഹം പിന്നെയോ എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം എന്ന് പറഞ്ഞു. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും
പോലും ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാൽ എപ്പോഴും എൻ പ്രിയതോഴനായി. പറഞ്ഞു, യേശു അപ്പയാൽ എപ്പോഴും എൻ ആ കരങ്ങളെ അല്പം ഉയർത്തിപ്പിടിച്ച് സർവാധിപനായ സർവശക്തനായ ഇന്നും ജീവിക്കുന്ന ആ നല്ല ദൈവത്തിലേക്ക് കരങ്ങളെ ഉയർത്തി ജീവിതത്തെ ഏൽപ്പിച്ചുകൊണ്ട് പറയാമോ, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്ന് പറഞ്ഞു, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. പിന്നെയോ എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. കരങ്ങൾ താഴ്ത്തി കണ്ണുകൾ അടച്ച് ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത്, ഇന്ന് പല പ്രശ്നങ്ങളുടെയും കാരണം ഈ സ്നേഹത്തിൻ്റെ കുറവാണ്. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, ഒരു മുറിയിലാണ് ഉറങ്ങുന്നത്, പക്ഷെ എന്തോ ചില വ്യക്തികളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹം അത് നഷ്ടപ്പെട്ടാൽ ആ ജീവിതം തകരാൻ തുടങ്ങും. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു സ്നേഹം ഉണ്ടാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കട്ടെ. സ്നേഹമില്ലാത്തിടത്ത് ആ സ്നേഹം ഉണ്ടാകട്ടെ. വിശ്വാസം നഷ്ടപ്പെട്ട സ്ഥലത്ത് വിശ്വാസം വർദ്ധിക്കട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്ക്. എന്നിട്ട് വിശ്വാസത്തോടെ പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നന്മയാക്കി മാറ്റുന്നു. വചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലതും നന്മയാക്കി മാറ്റും. നിങ്ങൾ ഇവിടെ വന്നത് ഇതിനകത്തിരിക്കുന്നതിന് നിങ്ങളെ സമ്മതിക്കണം. ഇതിനകത്ത് ഈ ചൂടും ആവിയും പരവേശവും ഉള്ള ഈ ഹാളിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന നിങ്ങളെ സമ്മതിക്കണം. വേറൊരാളാണ് നിൽക്കത്തില്ല. പുറത്ത് നിൽക്കുന്നവർ, സൈഡിൽ നിൽക്കുന്നവർ, താഴെ നിൽക്കുന്നവർ, സ്ഥലമില്ലാതെ കസേരകളില്ലാതെ നിലത്തും ഒക്കെയായി നിൽക്കുന്നവർ, ഭിത്തിയിൽ ചാരി നിൽക്കുന്നവർ, വാഹനത്തിൽ നിൽക്കുന്നവരൊക്കെയുണ്ട്. എല്ലാ കണ്ണുകളും അടക്കി ദൈവം നിനക്ക് നന്മയായിട്ട് ഒരുക്കി തരും. എന്നിട്ടത് വിശ്വാസത്തോടെ പറയുവാണ്, ദൈവമേ നിന്നോടുള്ള സ്നേഹം ഒരു തരി പോലും കുറയില്ലെന്ന് പറഞ്ഞു. ദൈവമേ നിന്റെ വചനത്തോടുള്ള എൻ്റെ സ്നേഹം ഒരു തരി പോലും കുറയില്ല. കർത്താവേ, ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം എൻ്റെ കുടുംബത്തിൽ വന്ന് നിറയണമേ. എൻ്റെ കുടുംബത്തിനകത്തുള്ള സ്നേഹക്കുറവുകൾ പരിഹരിക്കണമേ. സ്നേഹക്കുറവ് പരിഹരിക്കണമേ. ഒരു തരി പോലും കുറയില്ല യേശുവേ നിന്നോടുള്ള സ്നേഹം. എല്ലാവരും പറയാമോ, ഒരു തരി യേശുവേ കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. പറഞ്ഞു, എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും എന്നും വേണം. യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയതോഴനായി. ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന. പറഞ്ഞു, ഒരു ഇമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയതോഴനാണ്. യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയതോഴനായി.
ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നമുക്കിരിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ, ശുശ്രൂഷകർ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഒരിക്കൽ കൂടി പറയാം, ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നതിൽ അത്ഭുതമുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ നിങ്ങളെ സമ്മതിക്കണം. കാരണം നല്ല ചൂട് കാണും. പല ഫാനുകളുണ്ടെങ്കിലും ഇതിനകത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇരിക്കാൻ. പക്ഷെ നിങ്ങൾ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാനാണ്, ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കാനാണ്. അതിലേറ്റവും ദുഃഖിക്കുന്നത് പിശാചായിരിക്കും. നിങ്ങളിവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും ദുഃഖവും വിമ്മിഷ്ടവും ഇപ്പോൾ പിശാചിനായിരിക്കും. എന്നാൽ നിങ്ങളിവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ സ്വർഗം നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖം വാത്സല്യത്തോടെയാണെന്ന് വിശ്വസിക്കുക. കാരണം നിങ്ങൾ മറ്റൊന്നിനും വേണ്ടി വന്നവരല്ല, നല്ലൊരു പ്രാർത്ഥന കിട്ടാൻ വേണ്ടി വന്നവരാണ്. ഹല്ലേലൂയ. ആയതിനാൽ ഈ തിരക്കുള്ള സമയത്ത് നിങ്ങളിങ്ങനെ ഇരിക്കുന്നതിൽ, സമയം കണ്ടെത്തിയതിൽ നിങ്ങളെ ബഹുമാനത്തോടെയാണ് കാണുന്നത്, ശ്രേഷ്ഠരായിട്ടാണ് കാണുന്നത്. എങ്ങനെയോ വന്നു പോയവരെന്നല്ല, നിങ്ങൾ ഞങ്ങളുടെ ഈ ഭവനത്തിൽ വന്ന അതിഥികളാണ്, ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഞങ്ങളുടെ ബന്ധുക്കളാണ്, പ്രിയപ്പെട്ടവരാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. കാരണം പല പ്രതിസന്ധികളിലും തട്ടുകേട് വരാതെ ഞങ്ങളെ സൂക്ഷിച്ചത് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുടെ നല്ല പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ ഓർത്ത് ദൈവത്തിന് നന്ദി. നല്ലൊരു സമൂഹത്തെ ദൈവം ഒരുക്കി തന്നതിന് നന്ദി. ദൈവത്തിനെല്ലാം മഹത്വവും ഇന്ന് കൊടുക്കുകയാണ്. ഇന്ന് ഒരു സന്തോഷമുള്ള ഒരു കാര്യം പറയാം. ആ ഒരു ചെറുപ്പക്കാരൻ എന്നും അവൻ്റെ അമ്മയോട് പറയും, ഈ ആലയത്തിൽ വരുന്നോണ്ട് ആ അമ്മയോട് പറയും, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മയ്ക്ക് വേറെ ഒരു പണിയില്ലേ? അവിടെ പോയാൽ പൈസ കിട്ടുമോ? ഭക്ഷണം കിട്ടുമോ? ഇതൊക്കെ ചോദിച്ച് വിമർശിച്ചു കൊണ്ടിരുന്ന ആ മകൻ ഇപ്പോഴുള്ള പല വെള്ളിയാഴ്ചകളിലും എല്ലാ ദിവസവും മുടങ്ങാതുണ്ട്. ഞാൻ നിർബന്ധിച്ചുകൊണ്ടല്ല, അവൻ്റെ ജീവിതത്തിലെ ഒരു തടസ്സം മാറി. അവൻ്റെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുവെന്ന് വേറെ ആരും പറയാതെ അവന് ബോധ്യമായപ്പം അവൻ ഈ ആലയത്തിൽ തന്നെ വരാൻ തുടങ്ങി. ദൈവം നിങ്ങളെ സഹായിക്കുന്നു എന്ന് വ്യക്തമായി നിങ്ങൾക്ക് ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ കഴിയട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഇവിടെ വച്ച് ബോധ്യപ്പെടാനിടയാകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇന്നലെ പറഞ്ഞൊരു വാക്ക് ഒന്നും കൂടെ പറയുവാണ്. ചില മനുഷ്യരെ ദൈവം എന്നെ ഉയർത്താൻ ചില മനുഷ്യരെ ദൈവം കാരണമാക്കും. ചില മനുഷ്യരെ ദൈവം, നിന്നെ ഉയർത്താൻ ചില ആൾക്കാരെ ദൈവം അതിന് കാരണമാക്കും. നിന്നെ ഉയർത്താൻ ചില ആളുകളുടെ പ്രാർത്ഥന കാരണമാകും. നിന്റെ ഉയർച്ചയ്ക്ക്, നിന്റെ നന്മയ്ക്ക് ചില ശുശ്രൂഷകൾ, ചില സ്ഥലം കാരണമാകും. കുറച്ചു നാളുകളായി വളരെ ദൂരത്ത് നിന്ന് ഒരാൾ വന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങോട്ട് ഇത്രയും ദൂരെ വരണ്ട, നിങ്ങൾക്ക് വണ്ടിക്കൂലി തന്നെ ഇത്രയും പൈസ ആവൂലേ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര തന്നെ ഒരു ദിവസത്തിലധികം വേണം, നിങ്ങൾ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാസത്തിൽ ഒന്നുങ്ങാനുമൊക്കെ സൗകര്യം പോലൊക്കെ വന്നാൽ മതി, സൗകര്യം പോലെ വന്നാൽ ഇത്ര ദൂരമില്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്ക്, എനിക്ക് ജീവിതം തന്ന സ്ഥലമാണിത്, എനിക്കൊരു മാറ്റം, ഒരു ഉയർച്ച ജീവിതത്തിൽ എനിക്ക് തന്നത് ഇവിടെയാണ്, ഇവിടെ വെച്ച ദൈവം തന്നെ. ആ ഒരു സ്ഥലത്തെ എനിക്ക് മറക്കാൻ കഴിയത്തില്ല. നിങ്ങളെ ഉയർത്താൻ ചില മനുഷ്യരെ ദൈവം പ്രയോജനപ്പെടുത്തും. ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നതിന് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഈ നാട്ടിലില്ല. ഏത് നാട്ടിലാ? ന്യൂസിലൻഡിലാണ്, ഈ രാജ്യത്തില്ല. അദ്ദേഹത്തിന് ചെരുപ്പ് മേടിക്കാൻ കാശില്ലാത്തൊരു കാലം.
കഴുത്തേൽ ഒരു മാല ഇടാൻ ആഗ്രഹിച്ചപ്പോൾ അത് ഇല്ലാത്തൊരു കാലം, അതിനുള്ള സാമ്പത്തികമില്ല. ഇന്നലെ സൂചിപ്പിച്ച ഒരാൾ തന്നെയാണ്, വെറും ഒരു ഡ്രൈവർ, ലോറിയോ ടിപ്പർ ഓടിച്ചിരുന്ന ഒരു ഡ്രൈവറാണ്, സാധാരണ വാഹനമൊക്കെ ഓടിച്ച് നടക്കുന്ന ആ വ്യക്തിക്ക് ഒരു കല്യാണം പറഞ്ഞപ്പോൾ, കല്യാണത്തിന് വേറൊരു വീട്ടിൽ അതിൻ്റെ അന്വേഷണം നടത്തിയപ്പോൾ അവരുടെ കുടുംബക്കാർ പറഞ്ഞു, ഇവനെ കൊണ്ടാണോ ആ പെണ്ണിനെ കെട്ടിക്കുന്നത്? ഇവനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റും? നിങ്ങൾ എന്ത് ആലോചിച്ചിട്ടാണ്, എന്ത് ചിന്തിച്ചിട്ടാണ് എന്നാണ് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷിച്ചപ്പോൾ ചിലർ പറഞ്ഞത്, പ്രിയപ്പെട്ടവർ പറഞ്ഞത്, ഇവനെ കൊണ്ടാണോ കെട്ടിക്കുന്നത്? അവൻ ഡ്രൈവറല്ലേ, അവനൊരു ഡ്രൈവറല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ആ മനോദുഃഖത്തിൽ ജീവിക്കുമ്പോഴാണ് ന്യൂസിലൻഡിലുള്ള നേഴ്സായ ഒരു കുട്ടിയുടെ വിവാഹാലോചന വരുന്നത്. ഒരിക്കലും നടക്കാൻ സാധ്യതയൊന്നുമില്ല, ഇയാൾ ഡ്രൈവറല്ലേ. ഡ്രൈവർക്ക് ആ രാജ്യത്ത് ജോലിയുള്ള ഒരു പെൺകുട്ടിയെ ആര് കല്യാണം പറയും? പക്ഷെ വിവാഹം നടന്നു. ഇന്ന് ആ വ്യക്തി ആ രാജ്യത്താണ്. ഇന്നൊന്നുമില്ലാതെ അന്ന് പൈസ ചോദിച്ചിട്ട് ഇവന് കൊടുക്കാത്തവർ ഇന്ന് ചിലർ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഉണ്ടെങ്കിൽ ഒരു 50,000 രൂപ അയച്ചതാ. ഇന്നൊരു മാലയല്ല 10 മാല മേടിക്കാനുള്ള കാശ് കാണും. ഇന്ന് അവനെ ഒരു നല്ല ഉയർച്ചയ്ക്ക് ഒരു ബന്ധകാരണമായ ചില മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നല്ല ബന്ധങ്ങൾ, അത് നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കും. വിശ്വസിക്കുന്നു. ചില ബന്ധങ്ങൾ നമ്മുടെ ഉയർച്ചയ്ക്ക് കാരണമാവും. നിങ്ങളത് വിശ്വസിക്കുന്നു? ചില ബന്ധങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മൾ രക്ഷപ്പെടത്തില്ല, പുള്ളിക്ക് വലിയ പഠിപ്പില്ല, എവിടെ പോകാനാ, ഈ ഡ്രൈവറായ മനുഷ്യൻ ആ രാജ്യത്ത് പോകുമോ, ആ രാജ്യത്ത് പോയിട്ട് പുള്ളി എന്നാ ചെയ്യാനാ, പുള്ളിക്ക് അതിന് ഭാഷ അറിയത്തില്ലല്ലോ. ചിലപ്പോൾ നിന്റെ ലൈഫിൽ വരുന്നൊരു ബന്ധമായിരിക്കാം അത് നിന്റെ ഉയർച്ചയ്ക്ക്, രക്ഷയ്ക്ക്, നന്മയ്ക്ക് കാരണമാകുന്നേ. സത്യമാണ്, ദൈവം ചിലരെ പ്രയോജനപ്പെടുത്തും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട്, ഇപ്പോഴല്ല കുറച്ച് വർഷങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് പുൽപ്പള്ളിക്ക് പോകാൻ ബസ് കാത്തു നിന്ന് ഇവിടുന്ന് വണ്ടി കയറി വടുവഞ്ചാലിൽ ചെന്നു. വടുവഞ്ചാലിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് ബസ് കാത്ത് വടുവഞ്ചാൽ ടൗണിലുള്ള വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുമ്പോൾ ഇതാ ബാഗും തൂക്കി വേറൊരു സഹോദരി അവിടെ നിൽക്കുന്നു. ബസ് വരാൻ വൈകിയത് കൊണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചു. നിങ്ങളെവിടുന്നാ? ഞാനങ്ങ് പുൽപ്പള്ളിയിൽ നിന്നാണ്. അങ്ങനെ ബസ് വരാൻ വൈകിയ സമയത്തുള്ള സംഭാഷണത്തിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു പോയ സഹോദരി ചോദിച്ചു, നിങ്ങളിപ്പോൾ എവിടെയാ ജോലി ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇസ്രായേലിലാണെന്ന് പറഞ്ഞു. അവരുടെ ആരോ ഒക്കെ ഈ ദേശത്തുണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചു, ചേച്ചി എനിക്ക് ഇസ്രായേലിൽ പോകണമെന്ന് വലിയൊരാഗ്രഹമുണ്ട്, നിങ്ങളെ ആരാ കൊണ്ടുപോയേ? നിങ്ങളുടെ നമ്പറും തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ കിടന്ന് ഒരു പേപ്പർ എടുത്തേച്ച് അതിലൊരു നമ്പർ എഴുതി കൊടുത്തു. ആ ബന്ധമാണ് ഇവിടെ പ്രാർത്ഥിച്ചു പോയ ആ സഹോദരി ആ രാജ്യത്ത് പോകാൻ കാരണമായി. ഒരു ബന്ധം, ഒരു നമ്പർ ഒരാൾ എഴുതി തന്ന, അത് നിലത്ത് കിടന്ന ഒരു പേപ്പറിൽ ബാഗിൽ നിന്ന് എടുത്തൊരു ഒരു നമ്പർ എഴുതി കൊടുത്ത ആ ഒരു ബന്ധമാണ്. ചില ബന്ധങ്ങൾ എൻ്റെ ശിരസ് ഉയർന്ന് ജീവിക്കാൻ ദൈവം അത് കാരണമാക്കുമേ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എൻ്റെ ജീവിതം ഇനി രക്ഷപ്പെടുമോ? നാളുകളെ തീരുമാനിക്കുന്ന ദൈവമാണ്. നിന്റെ ഉയർച്ചയ്ക്ക് ദൈവം ചിലത് മനസ്സിൽ കണ്ടിട്ടുണ്ട്. നിന്റെ രക്ഷയ്ക്കുള്ളത് ദൈവം ഈ മേശയിൽ വച്ചിട്ടുണ്ട്. ഇത് ഒരു വിരുന്ന് മേശയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ അനുഗ്രഹങ്ങൾ വിളമ്പിക്കൊടുക്കുന്നൊരു മേശയാണ്. ഈ മേശയിൽ നിനക്കുള്ളതിനെ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. എൻ്റെ ഉയർച്ചയ്ക്ക് ചില ശുശ്രൂഷകൾ കാരണമാകും. ചിലരുടെ കൈവപ്പ് പ്രാർത്ഥന കാരണമാകും. ചിലർ കൈവച്ച് പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന കൊണ്ട് ചിലർ രക്ഷപ്പെടും, ചിലർ അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു ചെറുപ്പക്കാരൻ തന്നെ പ്രാർത്ഥിച്ചിട്ട് ആ വ്യക്തിയുടെ വിസ പല പ്രാവശ്യം റിജക്റ്റ് ആയതാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ ആ രാജ്യത്തുണ്ട്.
ആ രാജ്യത്തുള്ളതുകൊണ്ട് അവർ വിളിച്ച് ചോദിച്ചു, ഈ വിസ എല്ലാം റിജക്റ്റ് ആവുക, വിസ കിട്ടുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും റിജക്റ്റായ സ്ഥിതിക്ക് ഇനി വിസ കിട്ടാൻ സാധ്യതയില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് നോക്ക്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ ഹാളിൽ എവിടെയോ ആ വ്യക്തി ഇരുന്നു. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ട് തുറന്ന് പിടിച്ചു. ഈ ബുക്ക് തുറന്ന് പിടിക്കുന്ന പോലെ തുറന്ന് പിടിച്ച് ഇങ്ങനെ ഹൃദയത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ആരാധനയിൽ പ്രാർത്ഥിച്ചു. ആ വിസയിലെ തടസ്സം മാറി എനിക്ക് ആ രാജ്യത്ത് പോകാൻ പറ്റണമെന്ന്. പക്ഷെ അറിയുന്നവരും ആ രാജ്യത്തുള്ളവരും പറഞ്ഞ് വിസ കിട്ടാൻ സാധ്യതയില്ലെന്ന്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് ആ പാസ്പോർട്ട് എടുത്തപ്പോൾ ചുമ്മാ പേജ് നോട്ട് ചെയ്തു. ആ പേജ് ഒന്ന് നോട്ട് ചെയ്തു. ഞാൻ ഈ ആരാധനയുടെ സമയത്ത് തുറന്നു വച്ച എൻ്റെ പാസ്പോർട്ടിലെ പേജ് യാദൃശ്ചികമാണോ അതോ എങ്ങനെയാ സംഭവിച്ച ആ വ്യക്തിയുടെ സാക്ഷ്യം എങ്ങനെയാണ്? അച്ഛാ, ഞാൻ ആ തുറന്നു പിടിച്ച ആ പേജിൽ തന്നെ എനിക്ക് വിസ അടിച്ചു വന്നു. ആ പേജിൽ തന്നെ. അത് യാദൃശ്ചികമാണോ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതാണോ അതൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ആ രാജ്യത്തിൻ്റെ വിസ വന്നത് അതേ പേജിലാണ്. നോട്ട് ചെയ്ത് വെച്ചിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ തുറന്നു വെച്ച ആ പേജ് പോലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന സ്ഥലമാണിത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരുമെന്ന് വിശ്വസിക്കുക. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. എൻ്റെ പ്രാർത്ഥനയെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതോടൊപ്പം 1-2 സാക്ഷ്യങ്ങൾ വേഗത്തിലൊന്ന് വെറുതെ പറയാം. അനുഗ്രഹമാണ്. നമ്മളിങ്ങനെയൊക്കെ നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നമുക്കിതൊക്കെ തോന്നും, ഇതൊക്കെ എന്തോ ഒരു കഥയാണെന്നൊക്കെ നമുക്ക് തോന്നും. ഇതൊക്കെ ചുമ്മാതാന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് ഒരാളുടെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. അതൊരു അമ്മയുടെ അനുഭവമാണ്. ആ അമ്മയുടെ മകൻ ഭയങ്കര പ്രശ്നമാണ്. നിസ്സാര പ്രശ്നമൊന്നുമല്ല. ആ അമ്മയ്ക്ക് മകനെ ഭയമാണ്. സത്യം പറഞ്ഞാൽ ആ അമ്മ പ്രാർത്ഥിച്ചത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛോ അവൻ മരിച്ചു പോകുന്ന നല്ലേന്ന്. കാരണം പേടി. ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ വീട്ടിലെ എല്ലാ പാത്രവും പൊട്ടാൻ പറ്റുന്ന എല്ലാ പാത്രവും പൊട്ടിച്ചു. TV പൊട്ടിച്ചു, മിക്സി പൊട്ടിച്ചു, സ്വിച്ച് ബോർഡ് പൊട്ടിച്ചു, ജനൽ പൊട്ടിച്ചു, എല്ലാം പൊട്ടിക്കുകയാണ്. ലഹരിക്ക് അടിമയായ മനുഷ്യന് കണ്ണും കാണൂല, ചെവിയും കേൾക്കൂല, ഒരു ഭ്രാന്തനെ പോലെ. അവൻ്റെ മുറിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയാണെന്നാണ് പറഞ്ഞത്. എല്ലാം ഇട്ട ഡ്രസ്സെല്ലാം ഊരിയിട്ട് എല്ലാം ഡിസോർഡറാണ് അവൻ്റെ മുറി പോലും. ആ അമ്മ പ്രാർത്ഥിച്ചത് വിഷമം കൊണ്ട് പ്രാർത്ഥിച്ചത്. ചിലപ്പോൾ മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നും ആയിരിക്കണമെന്നില്ല. പക്ഷെ ആ സങ്കടത്തിൽ മരിച്ചു പോയാൽ മതിയായിരുന്നു, ഇങ്ങനെ ഒരാൾ വേണ്ട എന്ന് പ്രാർത്ഥിച്ച അമ്മ. നിങ്ങൾ ഓർക്കണം അടുത്ത അത്ഭുതം. ആ മകന് അച്ഛനെ ഇഷ്ടമല്ല, പ്രാർത്ഥിക്കുന്നവരും ഇഷ്ടമല്ല, ധ്യാനം ഇഷ്ടമല്ല, പള്ളി ഇഷ്ടമല്ല, വിശ്വാസിയെ അല്ല, അങ്ങനത്തെ ഒരാളെ അല്ല. അവനോട് ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയും. പക്ഷെ അമ്മ അന്ന് മുതൽ പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോയപ്പോൾ ചെയ്തൊരു കാര്യം ഇങ്ങനെയാണ്. അവൻ്റെ വസ്ത്രങ്ങളൊന്നും, സത്യം പറഞ്ഞാൽ അടിവസ്ത്രം പോലും അവൻ അലക്കത്തില്ല. എല്ലാം ഇവിടെ ഊരിയിട്ടിട്ട് പോവുക. അവൻ്റെ അമ്മയാണ് അലക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ എന്നറിയാൻ പാടില്ല. അലക്കുമ്പോൾ ആ അമ്മ പറയും, ഡെയിലി ബ്ലെസ്സിങ്ങിൽ കേൾക്കുന്ന, ഓരോ ദിവസവും കേൾക്കുന്ന വചനം, അവൻ്റെ വസ്ത്രം അലക്കുമ്പോൾ ഈ അമ്മ പറയും, കർത്താവേ, ഇന്ന് ഞാൻ കേട്ട ആ വചനം ഇവനിടുന്ന ഈ വസ്ത്രത്തിൽ തുടരണം. ഈ വചനം ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വസ്ത്രത്തിൽ വരണം. ഇവൻ ഈ വസ്ത്രം അലക്കി തേക്കുമ്പം അമ്മ പറയും, ഈ വചനം പറയും, ഈ വസ്ത്രം ഇവനിടുമ്പോൾ അവൻ്റെ മുറികൾ അടിച്ചു വാരുമ്പോൾ അമ്മ അന്ന് കേട്ട വചനം പറയും. ഇവൻ കിടക്കുന്ന മുറി, ഇവൻ കിടക്കുന്ന കട്ടിൽ, ബെഡ്ഷീറ്റ്, ഇത് മടക്കി വയ്ക്കുമ്പോൾ ആ വചനം പറയും. ആ വചനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ ചായ വേണമെന്ന് പറയുമ്പോൾ ആ ചായ വയ്ക്കുന്ന വെള്ളം, ചായപ്പൊടി, പഞ്ചസാര, ഇതിലെല്ലാം ഈ വചനം പറയും. ഉറക്കെയല്ല, ദൈവം ഇവൻ കുടിക്കുന്ന ഈ ചായയിൽ
ഇവന് വേണ്ടി ഉണ്ടാക്കുന്ന ഇടുന്ന ചായപ്പൊടിയിൽ ഈ വചനം അവനെ തൊടണം, ഈ വചനം അവനെ തൊടണം എന്ന് പ്രാർത്ഥിച്ച്. ഞാൻ ആദ്യമായിട്ടും കേൾക്കുന്ന രീതികളാണ്. വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ അമ്മ പറയുവാണ്, രാവും പകലും പോലെ അവൻ്റെ ജീവിതം മാറി. അവൻ ഒരു ഏജൻസിയുടെ പേര് പറഞ്ഞു. ഒരു ഏജൻസിയുടെ പേര്, ഞാൻ ആ ഏജൻസിയുടെ പേര് പറയാം, പരസ്യമായിട്ട് പറയുമല്ല. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഏജൻസിയിൽ പോയി തിരിച്ചു വന്ന് കുറേ ഈ രാജ്യങ്ങളിൽ പോകാനുള്ള കുറേ കാർഡുകൾ കൊണ്ടുവന്നിട്ട് ഇവൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടെന്ന്. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ അല്ല ഇവിടെ കൂട്ടുകൂടണം, കൂട്ടുകാരുടെ കൂടെ പോകണം, കുടിക്കണം, വലിക്കണം, ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ, അതും കല്ലുപോലെയുള്ള ഒരാൾ ജീവിതത്തിൽ മാറാൻ തുടങ്ങി. എൻ്റെ പ്രഭാഷണം കൊണ്ടല്ല, ഞാൻ പറഞ്ഞ ഈ പുസ്തകത്തിലെ വചനങ്ങൾ കൊണ്ട്, എൻ്റെ പ്രഭാഷണങ്ങളുടെ പ്രത്യേകത കൊണ്ടല്ല, പ്രസംഗത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടല്ല. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനൊരു യോഗ്യതയുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. ഞാനൊരു അയോഗ്യനായ ഒരു മനുഷ്യൻ തന്നെയാണ്. സാധാരണ മനുഷ്യനാണ്. എൻ്റെ കഴിവുകേടും ദൈവത്തിന് അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ വാക്കുകൾ, ദൈവത്തിൻ്റെ വാക്കുകൾ മനുഷ്യനെ വല്ലാതെ മാറ്റുന്നുണ്ട്. ദൈവം സഹായിച്ചിട്ടുണ്ട്. ഭയങ്കര അത്ഭുതമാണ്. ഒരിക്കലും ഇവിടെ കൊണ്ടുവരണം, ഒരിക്കലും ഇവിടെ നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ കുടുംബത്തെ ദൈവം സഹായിക്കും. ഒന്നും കൂടി ഒരു കാര്യം, നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ ദൈവം സാധിപ്പിച്ചു തരും. വിശ്വസിക്കുന്നു? നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ ദൈവം അതുകൊണ്ട് ആ ദൈവത്തെ നോക്കിയിട്ടാണ് മുമ്പേ പാട്ടുകാരൻ പാടിയത്, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാൾ അരികിൽ നീ എന്നും വേണം. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം ഒരു അനുഭവം കൂടി പറയട്ടെ. ഒരു ഭാര്യയും ഭർത്താവും വന്ന് ഇവിടെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പ്രാർത്ഥന മേടിച്ച് പോകുമ്പോൾ അവർ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും, അവർക്ക് ഓരോരുത്തരുടെ ശിരസിൽ കരങ്ങൾ വെച്ചപ്പോൾ അവർ പറഞ്ഞു, ഫാദർ, ഞങ്ങളെ രണ്ടുപേരുടെയും തലയിൽ ഒരുമിച്ച് കൈവച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ചോദിച്ചു, അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, ഞങ്ങൾക്ക് മക്കളില്ല, മക്കളുണ്ടാവുകയില്ല. അപ്പോൾ ചോദിച്ചു, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഞങ്ങളെ ചികിത്സിച്ച പ്രഗത്ഭരായ പ്രസിദ്ധരായ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആ സത്യം അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ, നിങ്ങൾക്ക് തലമുറകൾ ഉണ്ടാകത്തില്ല. പക്ഷെ എന്നാലും പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരാൾ നന്നായി കരയുന്നുണ്ടായിരുന്നു, ഒരാൾ സാധാരണ പോലെയുമായിരുന്നു. അപ്പോൾ അവരുടെ വീടിനകത്ത് അന്ന് പ്രാർത്ഥിച്ച് ഡോക്ടർമാർ പറഞ്ഞു, മക്കൾ നിങ്ങൾക്കുണ്ടാകത്തില്ല, നിങ്ങൾ സത്യം അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, അത് വലിയ ദുഃഖമാണ്, എന്നാൽ അവരത് അംഗീകരിച്ചിരിക്കുക. പക്ഷേ പ്രാർത്ഥിച്ചിട്ടൊരു മെസ്സേജ് പറഞ്ഞത്, ഡോക്ടർമാർ, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഒരു ഡോക്ടറോടൊപ്പം നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല, പക്ഷേ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ് അവർ പറഞ്ഞെന്നെ ഓർമ്മപ്പെടുത്തി, നിങ്ങളുടെ കൈകൾ കൊണ്ടൊരു കുഞ്ഞിനെ നിങ്ങൾ എടുക്കും, നിങ്ങളൊരു സാക്ഷ്യം പറയും. അല്ല, ഞങ്ങളെ 3, 4, 5, 6 ഡോക്ടർമാർ പിന്നെ പല ആളുകളെയും ഞങ്ങൾ സമീപിച്ച് ഒരാൾ പോലും സാധ്യതയില്ലാത്ത സമയത്താണ് ഈ വാക്ക് കേൾക്കുന്നത്. പറയുന്ന നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ തോന്നും, പറഞ്ഞത് അബദ്ധമായോ? അന്നു മുതൽ ആ വീട്ടിലെ ആ സഹോദരി ചെയ്തത്, തുണിക്കടയിൽ പോയി കുട്ടികൾക്കുള്ള കുറച്ചധികം ഡ്രസ്സ് മേടിച്ചോണ്ട് പോകും. മക്കളുണ്ടാകാത്തവരെന്തിനാണ് കുഞ്ഞുങ്ങൾക്കിടാനുള്ള ഡ്രസ്സ് മേടിക്കുന്നത്? അതൊരു വിശ്വാസമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കും
എന്ന ഉറപ്പാണ്. തുണിക്കടയിൽ പോയി, അപ്പം തുണിക്കടയിൽ എടുത്ത് അത് ആൺകൊച്ചിന് വേണോ പെൺകൊച്ചിന് വേണോ എന്ന് ചോദിച്ചു അവരെ ഡ്രസ്സ്. അപ്പോൾ അവർ പറഞ്ഞു ആൺകൊച്ചായാലും പെൺകൊച്ചായാലും ഇടാൻ പറ്റുന്ന ഡ്രസ്സ് മതി എന്ന് പറഞ്ഞു. ചെറിയ കുട്ടികൾക്ക് ഉള്ള ഡ്രസ്സ്, അത് എല്ലാ ഡ്രസ്സും അവർക്ക് ചേരും. അപ്പം അങ്ങനെ കുറച്ച് ഡ്രസ്സ് മേടിച്ച് അതിലൊരു ഉടുപ്പ് ഒരു കട്ടിലയിൽ വിരിച്ചു വെച്ചു. അതിൻ്റെ അടുത്ത് ഒരു പാവയും. അവർ പ്രാർത്ഥിക്കുകയാണ്, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുമ്പോൾ ഈ ഉടുപ്പ് ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിനെ ധരിപ്പിക്കാൻ ഭാഗ്യം തരണം. അതായത് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു സാധ്യതയില്ലെന്ന്. ഇവരെന്നാ മണ്ടന്മാരാണോ? ആരെയും കണ്ടാൽ ചിരിക്കും, ആരെയും കണ്ടാൽ അവർ ഉള്ളിച്ചിരിക്കും. എന്ത് മണ്ടന്മാരാണ് ഇവർ. അതൊരു വിശ്വാസമാണ്. നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങളെ സ്വർഗത്തിലെ ദൈവം സാധിച്ചു തരും. നിങ്ങളിത് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നി ഇവർക്ക് എന്തോ പ്രശ്നം പറ്റിയെന്ന്. ഒരു കൊച്ചിന് ഒരു ഡ്രസ്സ് കട്ടിലെ വിരിച്ചു വെച്ചിരിക്കുന്നു, പാവ മേടിച്ചു വെച്ചിരിക്കുന്നു, 3-4 ജോഡി ഡ്രസ്സ് അലമാരിൽ അടുക്കി വെച്ചിരിക്കുന്നു. മക്കൾ ഉണ്ടാവുകയല്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും മക്കൾക്കുള്ള ഡ്രസ്സ് മേടിച്ച് വെക്കുമോ? പക്ഷെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിച്ചു. ഒരു കുഞ്ഞിനെ അവർക്ക് ദൈവം കൊടുത്ത് അനുഗ്രഹിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ സാക്ഷ്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നുണയല്ല, സത്യമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം നൽകുന്നുണ്ട്. ഒരു 16-ാം തീയതി പ്രാർത്ഥിച്ചു, 18-ാം തീയതി പറഞ്ഞു എനിക്ക് ജോലിയുടെ ഓഫർ ലെറ്റർ വന്നു എന്ന്. 15-ാം തീയതിയാണോ 16-ാം തീയതിയാണോ എന്ന് എനിക്ക് വ്യക്തമല്ല. പ്രാർത്ഥിച്ചത് അങ്ങനെ ഒരു ദിവസമാണ്. പക്ഷെ 3-ാം പൊക്കം മെസ്സേജ് വന്നിരിക്കുക. കൃത്യം ഡേറ്റ് സത്യമല്ല, അറിയില്ല, 15ആണോ 16ആണോന്ന് അറിയില്ല. പ്രാർത്ഥിച്ചു. 18-ാം തീയതി മെയിൽ ഓഫർ ലെറ്റർ വന്നു, ജോലിക്കുള്ള ഓഫർ ലെറ്റർ. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇതുകൊണ്ട് ഇത്രയും നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്, പാടാൻ പോകുന്നത്, പ്രാർത്ഥിക്കാൻ പോകുന്നത്. നിങ്ങളും അറിഞ്ഞ ദൈവത്തെ ഒരിക്കലും മറക്കല്ല്. ഒരു ഉദാഹരണം ഞാൻ പറയുവാണ്. ഈ പറമ്പിനകത്തൊരു തേനീച്ചപ്പെട്ടിയുണ്ട്. തേനീച്ചപ്പെട്ടി, അത് അവിടെ ഒരു വിറക് വര ഉണ്ടായിരുന്നു. ആ വിറക് വരയിൽ ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു സെറ്റ് ഈച്ച വന്ന് കൂടിയിരിക്കുക, തേനീച്ച. ഞാൻ ഇവിടെയുള്ള ഒരാളെ, സാജു എന്ന് പറയുന്ന ഒരാളെ വിളിച്ച് അതൊരു പെട്ടിക്കകത്താക്കി. ഇടയ്ക്കെല്ലാം ഞാൻ പോയി നോക്കും, തേനീച്ചയുണ്ടോ എന്ന്. കുറച്ച് കഴിയുമ്പോൾ 1-2 ഈച്ചയൊക്കെ ചത്ത് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു ഇതെന്നെ. അപ്പോൾ പറഞ്ഞു മഴക്കാലമല്ലേ, അതിന് പഞ്ചസാര കലക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഈച്ചയ്ക്ക് പഞ്ചസാര കൊടുക്കണോ? അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞു ഇപ്പം തേനൊന്നും കിട്ടാനില്ല, പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടിയിലിരിക്കും തേന് അല്ലെങ്കിൽ പഞ്ചസാര ബെല്ലം കലക്കി കൊടുക്കും. അപ്പം ഞാൻ എൻ്റെ അറിവിലൊരു കുറേ പഞ്ചസാര കലക്കിയിട്ട് ഒരു ചിരട്ടക്കകത്താക്കി തേനീച്ചപ്പെട്ടിയുടെ താഴെ വെച്ച് കൊടുത്തു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഈച്ച എങ്ങനെ അറിയൂ ഇത്? ഇനി പോയി അതിനെ ഇളക്കിയാൽ കുത്തും കിട്ടും. ഞാൻ 10 മിനിറ്റ് ഇടവിട്ട് പോയി നോക്കും, ഈ ഞാൻ വച്ച ഈ പഞ്ചസാര ലായനി ഈ ഈച്ച എടുക്കുന്നുണ്ടോ? ഒരനക്കവും ഇല്ല. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂറെങ്കിലും കഴിഞ്ഞാണ് ഞാൻ പോയപ്പോൾ 2 തേനീച്ച അതിനകത്ത് വന്നിരിപ്പുണ്ട്, 2 അപ്പോൾ എനിക്ക് തോന്നി ഇതുവരെ കണ്ടെന്ന്. പിന്നെ ഞാൻ മറന്നുപോയി കാര്യം. കുറച്ച് കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ആ ചിരട്ട കാണത്തില്ല, അകത്ത് കാണത്തില്ല. അത്ര ഈച്ച അതിനകത്ത് വന്ന് നിറയെ ഇത് കുടിക്കുകയാണ്. ഈ പഞ്ചസാര ലായനി ഈച്ചകൾ അവിടെ ഇരുന്ന് കുടിക്കുകയാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ഈ ആദ്യത്തെ 2 ഈച്ച ആ പെട്ടി ചെന്ന് മറ്റ് ഈച്ചകളോട് പറഞ്ഞാണ് സംഭവമുണ്ട്, വാ സംഭവമുണ്ട്, ഇവിടെ തേൻ, ഇവിടെ പഞ്ചസാര കലക്കി വച്ചിട്ടുണ്ട്, വാ. ഇത് മിക്കവാറും ഈ 2 ഈച്ച പോയി മറ്റ് ഈച്ചകളെ കൂട്ടിക്കൊണ്ടു വന്നതായിരിക്കും.
ഈച്ചകൾ ചെയ്യുന്നതാ നമ്മളും സത്യം പറഞ്ഞ് ചെയ്യുന്നത്. ഞാൻ അറിഞ്ഞ സത്യത്തെ, ഞാൻ അറിഞ്ഞ ദൈവത്തെ, ഞാൻ അറിഞ്ഞ വചനത്തെ കേൾക്ക്, നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. വാ, നിങ്ങളും കേൾക്ക്, നിങ്ങളും ഈച്ചകൾ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്. തേനീച്ചകൾ ചെയ്യുന്നു. ഞാൻ ഒരു ദിവസം ചായ എടുത്തപ്പോൾ പഞ്ചസാര താഴെ വീണുപോയി. ഞാനത് മൈൻഡ് ചെയ്തില്ല. കുറച്ച് ചെന്നപ്പോൾ ആ പഞ്ചസാര അവിടെ വീണപ്പോൾ അവിടെ ഉറുമ്പൊന്നും ഇല്ലായിരുന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു കൂട്ട ഉറുമ്പ്. എങ്ങനെയാ അവിടെ ഉറുമ്പ് വന്നു? അവിടെയൊന്നും ഉറുമ്പില്ലായിരുന്നല്ലോ. എങ്ങനെയോ അതിന് മണത്തറിഞ്ഞു, ഇന്ന സ്ഥലത്ത് പഞ്ചസാരയുണ്ട്. പിന്നെ വലിയ ക്യൂ ആണ്, ഉറുമ്പിന്റെ ക്യൂ വരികയാണ്. ഈ പഞ്ചസാര പെറുക്കാൻ വേണ്ടി ഉറുമ്പിന്റെ ക്യൂ ലൈനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു ഉറുമ്പ് ചെന്ന് പറഞ്ഞു മറ്റേ ഉറുമ്പിനോട്, അതിന്റെ ഭാഷയിൽ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, വേഗം പോയി. എല്ലാം പെട്ടി കിടങ്ങനെ എടുത്ത് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്ര ആളുകൾ വന്നതെന്നറിയാമോ? ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കിട്ടിയ അനുഗ്രഹങ്ങൾ പലർക്കും അനുഭവമാകുമ്പോൾ അവർ ഫോണിലൂടെ, വാട്സപ്പിലൂടെ, വാ ഒരു ദിവസം നമുക്കൊന്ന് പോകാം, ഒരു ദിവസം വാ പോകാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ആസ്വദിച്ചതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ സ്ഥലത്തും അകത്തും പുറത്തും ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത് ദൈവത്തിൻ്റെ കാരുണ്യമുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തെ അനേകരുടെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കും. അനേകരുടെ ഉയർച്ചയ്ക്ക് ദൈവം കാരണമാക്കും. ഒന്നാ കരമുയർത്തി, ശബ്ദമുയർത്തി പറയാമോ? ഹല്ലേലൂയാ. ശബ്ദമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊരു വാക്ക് പറയട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ല. ഇന്ന് നമ്മുടെ വീട്ടിലെല്ലാം കുറയുന്നത് സ്നേഹമാണ്. എല്ലാവരും തമ്മിൽ മിണ്ടുന്നുണ്ട്, പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു സ്നേഹക്കുറവ് പലരുടെയും മനസ്സിലുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് എൻ്റെ ഭവനത്തിൽ സ്നേഹം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ഇന്നൊരാൾ പറഞ്ഞതുപോലെ, ഇന്നൊരാൾ പറഞ്ഞു, ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ജീവിതം വയറ് കുറയാനും വയറ് നിറയാനുമാണ്. എന്തിനുള്ള ജീവിതമാണ്? വയറ് ഉള്ളവർ വയറ് കുറയ്ക്കാൻ ശ്രമിക്കുന്നു, ചില ആളുകൾ വയറ് നിറയ്ക്കാൻ ശ്രമിക്കുന്നു. കുറേ പേർ വയറ് നിറയ്ക്കാൻ വേണ്ടി ഓടുന്നു, ചിലർ വയറ് കുറയ്ക്കാൻ ഓടുന്നു. രണ്ട് കൂട്ടരാണ് ഈ ഭൂമിയിലുള്ളത്. ആരൊക്കെയാണ്? വയറ് കുറയ്ക്കാൻ ഓടുന്നവർ, വയറ് നിറയ്ക്കാനും ഓടുന്നവർ. അങ്ങനെ നമ്മളെല്ലാവരും എന്തേലും വയറിലേക്ക് പോകണം, വയറ് നിറയ്ക്കണം. വയറുള്ളവർ വയറ് കുറയ്ക്കാൻ ഓടുന്നു, വയറ് ഇല്ലാത്തവർ വയറ് നിറയ്ക്കാൻ ഓടുന്നു. അങ്ങനെയുള്ള ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരനുഗ്രഹമുള്ള വചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ, സങ്കീർത്തന പുസ്തകം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അവസാനത്തെ വാക്കെന്നറിയോ? ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ വാക്യം മനസ്സിലായി ഇങ്ങനെയാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവർ പറഞ്ഞ് ഒരിക്കലും അത് എഴുതിയിരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർ, ഈ വചനത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകത്തില്ല. എന്ന് വിശ്വസിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. ഒന്നും കൂടെ ആ വാക്യം എഴുതിയിരിക്കുക: ദൈവത്തിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ചു. വിശ്വസിച്ച് പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ദൈവവചനത്തെ സ്നേഹിക്കുന്നവർ നശിച്ചു പോകുകയില്ല, നശിച്ചു പോകുകയില്ല. ഇനി ദൈവത്തെ സ്നേഹിക്കുന്ന പ്രത്യേകത: ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാക്കി. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? എല്ലാം നന്മയ്ക്കാക്കി ദൈവം മാറ്റും. ദൈവത്തെ സ്നേഹിക്കുന്നവർ മാത്രം ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത് നന്മയായി, അത് അനുഗ്രഹമായിട്ട് മാറും. ഇന്നത്തെ പ്രയാസം, പ്രതിസന്ധി, തടസ്സങ്ങൾ അത് മാറി ഒരു അനുഗ്രഹമായി, ഒരു നന്മയായി മാറും. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
അത് അനുഗ്രഹമായിട്ട് വരും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഒരു വിശ്വാസത്തോടെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. ദാവീദ് പറയും, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. 4 കാരണങ്ങളാ ദാവീദ് ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞത്. സങ്കീർത്തനം 116 അധ്യായം 1 വാക്യം ഒന്ന് വായിക്കുവാണ്. ഇത് കേട്ടിട്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കണം, ഒരു നിമിഷം ആരാധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പ്രത്യേകത കേട്ടോ. ദാവീദ് പറയുവാണ്, ദാവീദ് പറയും, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ആരാ പറഞ്ഞത്? ഒരു ഭരണാധികാരിയായ ദാവീദ് പറഞ്ഞു, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു. ചുമ്മാ ഒരു വാക്കല്ല, ചുമ്മാ ഒരു പറച്ചിലല്ല, ഹൃദയത്തിൽ നിന്ന് ദാവീദ് പറഞ്ഞു, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. എന്താ ദൈവത്തെ സ്നേഹിക്കാൻ ദാവീദ് പറഞ്ഞൊരു കാരണമുണ്ട്. എന്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. അതാണ് ദാവീദ് ദൈവത്തെ സ്നേഹിക്കാനുള്ള കാരണം. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം എൻ്റെ ദൈവം കേട്ടു എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഓരോ കാരണം, ദൈവത്തെ സ്നേഹിക്കാനുള്ള കാരണം. ദൈവത്തെ സ്നേഹിക്കാൻ ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു, കാരണം എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് കേട്ടു. ഇനി അടുത്തത് പറയണം, 3 വാക്യം. മരണക്കെണി എന്നെ വലയം ചെയ്തു. മരണക്കെണി എന്നെ വലയം ചെയ്തു. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്നെ വലയം ചെയ്തു. പാതാള പാശങ്ങൾ എന്നെ ചുറ്റി വരിഞ്ഞു. ഞാൻ ദുരിതത്തിലായി. പക്ഷേ ബൈബിൾ പറയുന്നു, ഞാൻ നിലം പറ്റിയപ്പോൾ. വായിച്ചേ 6 വാക്യം വായിച്ചേ. അല്ല, 2 വാക്യം, 6-ന്റെ 2 ഭാഗം. ഞാൻ നിലം പറ്റിയപ്പോൾ ഞാൻ നിലം പറ്റിയപ്പോൾ, ഞാൻ തകർന്നപ്പോൾ, ഞാൻ എല്ലാ തരത്തിലും തകർച്ചയിലൂടെ കടന്നുപോയപ്പോൾ, ഞാൻ നിലം പറ്റിയപ്പോൾ ദൈവം എന്നെ രക്ഷിച്ചു. ഉറക്കെ പറഞ്ഞേ, നിലം പറ്റിയവരെ ദൈവം രക്ഷിക്കും. തകർന്ന് തരിപ്പണമായി നിലം പറ്റിയവരെ ദൈവം രക്ഷിക്കും. ദാവീദ് പറഞ്ഞു, മരണത്തിന്റെ കെണിയിൽപ്പെട്ട് തകർന്ന് നിലം പറ്റിയപ്പോൾ എൻ്റെ ദൈവം എന്നെ അവസ്ഥയിൽ നിന്ന് രക്ഷിച്ചത് കൊണ്ട്, ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, 8 വാക്യം. ദാവീദ് ദൈവത്തെ സ്നേഹിക്കാനുള്ള കാരണം, അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും ദൃഷ്ടികളെ, കണ്ണീരിൽ നിന്നും കാലുകളെ വീണുപോകാതെ ഇടർച്ചകൾ നിന്നെ സംരക്ഷിച്ചതിനാൽ എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർ നശിച്ചു പോകത്തില്ല. വിശ്വാസത്തോടെ ഇന്ന് പറയണം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അങ്ങയുടെ വചനത്തെ ഞാൻ സ്നേഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാനും പാടാനും തയ്യാറാവുകയാണ്. ഒന്നും കൂടെ കേട്ടെ. ഇവിടെ ഇരുന്ന് നിങ്ങൾ പറയണം, ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സർവാധിപനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇത് നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി ദൈവം വേറെ ചിലരുടെ മനസ്സിൽ പ്രേരണകളെ കൊടുക്കും. മനസ്സിലായില്ല? ദൈവം എനിക്ക് വേണ്ടി വേറെ ഒരാളോട് സംസാരിക്കും. വിശ്വസിക്കുന്നു? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ എപ്പം അയാൾ പറയും, എൻ്റെ ഒന്നുമില്ല, എൻ്റെ ഒരു പൈസയില്ല, ഇഷ്ടം പോലെ പണമുണ്ട്. എല്ലാവരും നല്ല നിലയിൽ വേറെ രാജ്യത്ത്, ആ രാജ്യത്ത് കൊണ്ട് വീടും സ്ഥലമൊക്കെ ജോലിയൊക്കെ ഉണ്ട്, ഒന്നിലധികം വാഹനങ്ങൾ ആ രാജ്യത്ത് വേറൊരു രാജ്യത്തുണ്ട്. പക്ഷെ അവരുടെ കുടുംബക്കാർ പലരും ചോദിച്ചു, എൻ്റെ പിള്ളേരെ നിനക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ അവിടെ? ഒരിക്കലും പറ്റത്തില്ല, അവിടെ നിയമങ്ങളെല്ലാം പ്രശ്നമാണ്, കൊണ്ടുപോകാൻ വിസിറ്റിംഗ് വിസയ്ക്ക് പോലും വരാതിരിക്കുക നല്ലതെന്നാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഒരു ദിവസം ആ വ്യക്തി തന്നെ ഫോൺ വിളിച്ചിട്ട് അവരുടെ പ്രിയപ്പെട്ട ഒരാൾ, അവർക്ക് ഭയങ്കര അതിശയമാണ്, അവർ ചോദിച്ചു, ഇങ്ങനെ ഒരു ജോലിയുടെ കാര്യമുണ്ട്, സാധ്യതയുള്ള കാര്യമാണ്, നീ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ ആള് ഈ ആലയത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമാണ്. എന്നറിയോ? കർത്താവ്, എൻ്റെ മകന് നല്ലൊരു രാജ്യത്ത് പോയി ഒരു ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ ഒരു വഴി തുറക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കുടുംബക്കാർ വേറെ ഒരു രാജ്യത്തിരുന്ന ഒരാൾക്ക് അവിടെ ഇരുന്ന് തോന്നുവാണ്, ഇന്ന ജോലിക്ക് ഇയാളെ വിളിക്കണമെന്ന്. എനിക്ക് വേണ്ടി ദൈവം വേറൊരാളുടെ മനസ്സിൽ തോന്നിപ്പിക്കും. ആമേൻ. എൻ്റെ കയ്യിൽ 10,000 രൂപ ഇങ്ങനെ അടുക്കി ഇരിപ്പുണ്ട് കീശയിൽ. പക്ഷേ
അവിടെ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് 10 രൂപ എടുത്തു കൊടുക്കാൻ തോന്നുന്നില്ല. എന്നാൽ വേറൊരാളെ കണ്ടപ്പോൾ അതിനകത്തു നിന്ന് എടുത്ത് വേഗം 500, 1000, 1500, 2000, 3000, 4000, 5000 എടുത്തേച്ച് മടക്കി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കും, അതെന്താ നിങ്ങൾ എനിക്ക് പൈസ തന്നത്? അല്ല, നിങ്ങളെ കണ്ടപ്പോൾ ഇതിനകത്ത് നിന്ന് എടുത്ത് ഇത്ര പൈസ തരാൻ എൻ്റെ മനസ്സിൽ ദൈവം എന്തോ തോന്നിപ്പിച്ചു, അതിൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ. അയാൾ അത് വെച്ച് കരയുകയാണ്. നിങ്ങൾ അത്ഭുതമെന്ന് ചിന്തിക്കും. ചിലപ്പോൾ ഒരാളിവിടെ വന്നു, ഒരു സഹോദരൻ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ മുറിയിൽ നിന്നെടുത്ത്, ഞാൻ എണ്ണിയൊന്നുമില്ല, ഒരു പൈസ എടുത്ത് ഞാൻ ആ വ്യക്തിക്ക് കൊടുത്തു. അയാൾ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ എണ്ണി. അപ്പോൾ 4800 രൂപയോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു 300 രൂപ കിടന്നത് 5000 ആയിട്ട് ഇരിക്കട്ടെ. അയാൾ അന്നേരെ അയാളുടെ മുണ്ട് അഴിച്ചിട്ടിരിക്കാൻ വേഗം മുണ്ടിൻ്റെ ഒരു തലയെടുത്ത് അയാൾ മുഖം മൂടി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അപ്പോൾ പറയാണ്, അച്ചോ, ഗ്യാസ് പോലും എടുക്കാൻ പൈസയില്ല, വാടകയ്ക്കല്ലേ, വിറകില്ല, ഗ്യാസ് മേടിക്കാൻ പൈസ എന്നാ ചെയ്യും എന്നോർത്തി